ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ബി കോർപ്പ് ഫാമിലി മെമ്പേഴ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫിബ് റീട്രേസ്മെൻറ്റിനെ കുറിച്ചാണ്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കണ്ടന്റാണ് ഫിബിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. എന്താണ് ഫിബ് റീട്രേസ്മെൻറ്റ് അല്ലെങ്കിൽ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത്? ഫിബ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ പാറ്റേൺ അല്ലെങ്കിൽ സ്വീക്വൻസ് ആയിട്ട് നമുക്കത് പറയാം. എങ്ങനെയാണ് ഫിബ് നമുക്ക് ട്രേഡിങ്ങിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് നമ്മളത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ എപ്പോഴും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, സ്പെഷ്യലി ഇതിപ്പോൾ ഗോൾഡിൻ്റെ ഒരു ചാർട്ടാണ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലോ കണ്ടെത്തണം, ഒരു ഏറ്റവും ലോവസ്റ്റ് ആയിട്ടൊരു പോയിന്റ് കണ്ടെത്തണം. ആ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ അടുത്തൊരു ഹൈ ആണ് കണ്ടെത്തേണ്ടത്. ആ ഹൈ എങ്ങനെ കണ്ടെത്താൻ സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോയി ചെറുതായിട്ടൊരു 30% അല്ലെങ്കിൽ 20% പ്ലസ് റീട്രേസ്മെൻറ്റ് തരികയാണെങ്കിൽ നമുക്ക് വിചാരിക്കാം എന്താണ് അവിടെ ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇതാ ഇവിടെ ഏകദേശം വന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഫിബിൻ്റെ ടൂള്, ഫിബ് പല രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു റേഷ്യോ ആണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇതാണ് നമ്മളുടെ ഗോൾഡൻ സോൺ റേഷ്യോസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോയിൽ നിന്ന് അടുത്ത ഹൈയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിബ് ഒന്ന് കണക്ട് ചെയ്യണം. ഒരു ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് നേരെ എടുത്ത് ഫിബ് ഇവിടെ കണക്ട് ചെയ്യുന്നു, ഇവിടെ കണക്ട് ചെയ്യുന്നു, ഈ ഒരു ഹൈ വരയ്ക്കും കണക്ട് ചെയ്യുന്നു. ആ ഹൈ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റേഷ്യോ കിട്ടും. അതായത് 705, 0.79, 0.63 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റേഷ്യോ കിട്ടും. ഈ ഒരു റേഷ്യോനാണ് നമ്മൾ ഗോൾഡൻ സോൺ എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ സോൺ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ഈ ഗോൾഡൻ സോൺ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ പ്ലസ് നമ്മുടെ എന്തെങ്കിലും ഒരു ഓർഡർ ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വർക്കാകും. ഇല്ലെങ്കിൽ പോലും ഈ ഒരു ടൂൾ യൂസ് ചെയ്ത് നിങ്ങളത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, മാർക്കറ്റ് ഈ റേഞ്ച് വരെ, ഈ ഒരു ഹൈ റേഞ്ച് വരെ നമുക്ക് ഒരു ബുള്ളിഷ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് അവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു ഹൈ വോളിയം കാണിച്ചുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫിബിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കറക്റ്റായിട്ടുള്ള ലെവൽസ് ഫിബ് നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ എവിടുന്ന് എവിടം വരെയാണ് ബുള്ളിഷ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക, ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ഹൈ വരയ്ക്കാണ് നമുക്ക് ബുള്ളിഷ് മാർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഏത് പാറ്റേൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു ഫിബ് റേഞ്ച് നമുക്ക് വർക്ക് ആവുന്നതായിരിക്കും. ഇനി അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ഫിബ് റേഞ്ചിലോട്ട് വന്നു. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഒരു ഹൈയിൽ നിന്ന് ഇവിടുന്ന് മേളിലോട്ട് പോയതിനു ശേഷം വീണ്ടും ഇവിടെ ക്ലോസ് ആയിട്ടില്ല, ഇവിടെ ക്യാൻഡിൽ ക്ലോഷർ വരണം. ഇവിടെ ഇപ്പോൾ സ്വീപ്പാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വീപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ, സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല, ഇതിൻ്റെ മുകളിൽ ക്ലോസ് ആയെങ്കിൽ നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് ഈ റേഞ്ച് വരെ അടുത്ത ഫിബ് കണക്ട് ചെയ്യായിരുന്നു. പക്ഷേ ഇത് ക്യാൻഡിൽ ക്ലോസ് ആവാത്തതുകൊണ്ട് നമ്മളത് എടുക്കാൻ പാടില്ല. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും ഫിബ് സോണിൽ വരുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഒരു റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ഒരു ബുള്ളിഷ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു ട്രേഡ്സ് എടുക്കാൻ നിങ്ങൾക്ക് 1-2 ടിപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഒരു ചെറിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക, അതിനുശേഷം ഇതേ കണക്കൊരു ലോ ക്രിയേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഫിബ് ടൂൾ എടുത്തതിന് ശേഷം ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് വീണ്ടും കണക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു ഏരിയ കിട്ടും. ആ ഏരിയയിൽ മാർക്കറ്റ് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു ഏരിയയിൽ നമുക്ക് മാർക്കറ്റ് വന്നിട്ട് തിരിച്ചു പോകുമെന്ന് നോക്കാം. മാർക്കറ്റ് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് വന്നിട്ടില്ല, വീണ്ടും മുകളിലോട്ട് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടുന്ന് വീണ്ടും കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഹൈയിലേക്ക് കൊടുക്കണം. അപ്പോൾ വീണ്ടും ഇതാണ് നമ്മുടെ ഫിബ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. യെസ്, ഇവിടെ ടാപ്പ് ചെയ്തു. ഇവിടെ ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു IFC ക്യാൻഡിലോ അല്ലെങ്കിൽ നല്ലൊരു സപ്പോർട്ടോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഡയറക്റ്റ് എൻട്രി എടുക്കുകയോ സ്കാൽപ്പ് ചെയ്യുകയൊക്കെ നമുക്ക് ചെയ്യാം. എവിടം വരെ നമുക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് ഷോർട്ട് ടൈമിന് ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ലോങ് ടൈമിന് വേണമെങ്കിൽ ഇവിടം വരെയും നമുക്ക് സ്കാൽപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാർക്കറ്റ് മേളിൽ പോയി, മേളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിട്ട് ഇവിടെ ടാപ്പ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അടുത്തൊരു പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരു പുൾ ബാക്ക് വന്നല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നിലവിലുള്ള ലോയിൽ നിന്ന് ഇതാണ് ഹൈലൈറ്റഡ് പോയിന്റ് ആണ് നിലവിലുള്ള ലോ എന്ന് പറയുന്നത്. ഇത് ഡിലീറ്റ് ചെയ്യുക. ഇനി അതിനുശേഷം
ഫിബ് എടുത്തിട്ട് ഈ റേഞ്ചിൽ നിന്ന് ഈ റേഞ്ച് വരെ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഇവിടെ ഒരു 2-3 റെഡ് ക്യാൻഡിലൊക്കെ വരുമ്പോൾ നമ്മൾ ട്രേഡ് സ്കാൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ട്രേഡ് സ്റ്റോപ്പ് ആക്കണം. ഓക്കെ, ഇൻ കേസ് ട്രേഡ് ഓൺ ആണെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം, കാരണം മാർക്കറ്റ് ബുള്ളിഷ് ആണല്ലോ, ഇവിടം വരെ നമുക്ക് ബുള്ളിഷ് ആണ്. അപ്പോൾ ഷോർട്ട് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ക്ലോസ് ആക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം, ഈ ഒരു ഫിബ് റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നോക്കുക, നെക്സ്റ്റ് നോക്കുക. കണ്ടോ, അവിടെ ഒന്ന് ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് നമ്മൾ ഉദ്ദേശിച്ച ലെവലിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഈ ഒരു ഫിബ് ടൂൾ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡിൽ എത്ര പിപ്പായിരിക്കും പിടിക്കാൻ പറ്റിയിരുന്നുള്ളത്. ഇതാ ഈ ഒരു റേഞ്ചിൽ നിന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1424 പിപ്സ് നിങ്ങൾക്ക് ഇവിടെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഫിബ് എന്ന് പറയുന്നത് വളരെ സിമ്പിളും വളരെ എഫക്റ്റീവുമായിട്ടുള്ളൊരു ടൂളാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ മാക്സിമം പഠിക്കുക. ദ പീപ്പിൾ ഹു ആർ വാച്ചിങ്, സ്റ്റുഡൻസ് ഹു ആർ വാച്ചിങ് ആൻഡ് ന്യൂ പീപ്പിൾ ഹു ആർ വാച്ചിങ്, പുതിയ വ്യക്തികളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലോ സ്റ്റുഡൻസ് അല്ലാത്ത വ്യക്തികളാണെങ്കിലോ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഫിബ് ടൂൾ വളരെ പോസിറ്റീവായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉള്ളൊരു ടൂളാണ്. ഒരു എക്സാമ്പിൾ വേറെ ഒന്നുകൂടെ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഗോൾഡ് ഹൈ റേഞ്ചിലോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. നിങ്ങളെ നോക്കിയേ, ഇതൊരു ഹൈയും ഇതൊരു ലോവും ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ദിസ് ഈസ് എ ഹൈ ആൻഡ് ദിസ് ഈസ് എ ലോ അല്ലേ. ഇതൊരു ഹൈ, ഇതൊരു ലോ ആണ്. ഇനി ഈ ഒരു റേഞ്ച് വന്നിട്ട് മാർക്കറ്റ് ഒരു റീട്രേസ്മെന്റ് എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ പറയുന്ന ഫിബ് ടൂൾ എടുക്കുക, നേരെ ഇവിടുന്ന് നേരെ ഈ ഹൈ വരെ കണക്ട് ചെയ്യുക. ആ സമയത്ത് നമ്മളെന്താ ഈ ഗോൾഡൻ സോണും കൂടെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഗോൾഡൻ സോൺ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം നമ്മുടെ ഓർഡർ ബ്ലോക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി ഓർഡർ ബ്ലോക്ക് എന്താണെന്ന് അറിയാം, ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ അത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ ഓർഡർ ബ്ലോക്കും ഈ പറയുന്ന ഫെയർ വാല്യൂ ഗ്യാപ്പും അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ സോൺ മാത്രം നിങ്ങൾ എടുത്തതിന് ശേഷം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രി വെക്കാം. മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. കണ്ടോ, മാർക്കറ്റ് അവിടെ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം, ആ ഒരു ഫിബ് സോണിൽ വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം എത്ര പിപ്പ മുകളിൽ പോയിരിക്കുന്നത്, ഏകദേശം 240 പിപ്സ് മുകളിൽ പോയിരിക്കുകയാണ്. ഇനി ഫിബിന്റെ റിജക്ഷൻ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും, ഈ ഒരു മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഇതിപ്പോൾ മുകളിലോട്ട് പോകും, എവിടം വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം, ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇതുവരെ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. പക്ഷേ നിങ്ങൾക്ക് സേഫ് സോൺ വരാൻ വേണ്ടിയിട്ട് വേറൊരു ടിപ്പും കൂടെ ഞാൻ പറഞ്ഞുതരാം. ആ ടിപ്പ് എന്ന് പറയുന്നത്, ഇപ്പം നിലവിൽ ഇതൊരു റീട്രേസ്മെന്റ് ആണല്ലോ, അപ്പൊ ഇതൊരു ലോ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സേഫ് സോൺ എത്താനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഫിബ് എടുത്തിട്ട് നേരെ ഈ പറയുന്ന ഹൈയിൽ നിന്ന് ലോയിലേക്ക് കണക്ട് ചെയ്യുക. ആ ലോയിലേക്ക് കണക്ട് ചെയ്യുന്ന സമയം ഇവിടെ നിങ്ങൾക്കൊരു ഗോൾഡൻ സോൺ കാണാൻ പറ്റും. ഓക്കെ, ഈ ഗോൾഡൻ സോൺ ആണ് നിങ്ങളുടെ ഒരു റിജക്ഷൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് എവിടെ നിന്ന് റിജക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്, മാർക്കറ്റ് മേ ബി ഇവിടെ വന്നിട്ട് ഇങ്ങനെ റിജക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ഉറപ്പില്ല, സാധ്യതയുണ്ട്. അപ്പോൾ ഈ സാധ്യത കണക്കിലാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ട്രേഡിംഗ് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് എപ്പോഴാണ് നിങ്ങൾ ട്രേഡിംഗ് റെസ്യൂം ചെയ്യേണ്ടത്, മാർക്കറ്റ് ഈ ഒരു ഫിബ് റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഇവിടെ സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിലോട്ട് വീണ്ടും ബുള്ളിഷ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. സോ ഗൈസ്, ഇങ്ങനെയാണ് നിങ്ങൾ ഫിബ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഫിബ് വളരെ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കണമെങ്കിലോ ട്രേഡിംഗ് വളരെ പ്രൊഫഷണലായി ചെയ്യാൻ പഠിക്കണമെങ്കിലോ നിങ്ങൾ ഉടൻ തന്നെ ബി കോർപ്പ് ദ യൂണിവേഴ്സിറ്റി ഫോർ ട്രേഡേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. പ്രൊഫഷണലായി ട്രേഡിംഗ് പഠിച്ച് പ്രൊഫഷണലായിട്ട് കാശുണ്ടാക്കുക. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ദിസ് ഈസ് വിശാഖ് വിജയ് സൈനിങ് ഓഫ്.